വേ ടു വിൻ PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് 2 കേരള PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ഒരു ക്ലാസ് നമ്മൾ മുമ്പ് ചെയ്തതാണ്. അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ക്ലാസ്സാണിത്. അത് കാണാത്തവർ ആ ക്ലാസ് കൂടെ കാണുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓൾ ഡ്രഗ്സ് കോസ് സൈക്ലോപ്ലീജിയ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ അട്രോപ്പിൻ, ബി സൈക്ലോപെൻഡോലേറ്റ്, സി ഫീനലെഫ്രൈൻ, ഡി ഹോമട്രോപ്പിൻ. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ഫീനലെഫ്രൈൻ ആണ്. ബാക്കി അട്രോപ്പിൻ, സൈക്ലോപെൻഡോലേറ്റ്, ഹോമട്രോപ്പിൻ ഇവ മൂന്നും എന്താണ്? സൈക്ലോപ്ലീജിക് ഡ്രഗ്സ് ആണ്. അതായത് ഫീനലെഫ്രൈന് നമ്മുടെ ഐയിൽ മിഡ്രിയാറ്റിക് എഫക്റ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയൂ. ബാക്കി അട്രോപ്പിൻ, സൈക്ലോപെൻഡോലേറ്റ് അതുപോലെ തന്നെ ഹോമട്രോപ്പിൻ ഇവ മൂന്നിനും സൈക്ലോപ്ലീജിക്കും ആണ്. അതുപോലെ തന്നെ എന്താണ്? മിഡ്രിയാറ്റിക് എഫക്റ്റും ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ടെക്സ്റ്റിൽ പറയുന്ന ഒരു ടേബിൾ നോക്കാം. നമ്മൾ ക്ലിനിക്സിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മിഡ്രിയാറ്റിക്സും അതുപോലെ സൈക്ലോപ്ലീജിക്സും ആയിട്ടുള്ള ഐ ഡ്രോപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് അട്രോപ്പിൻ ആണ് പറയുന്നത്. ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനിയും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഫസ്റ്റ് അട്രോപ്പിൻ സൾഫേറ്റ് കൂടുതലായിട്ടും ഒരു 5 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികളാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഡോസേജിൻ്റെ കോളം അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. കാരണം അത് ഈ ടെക്സ്റ്റിൽ പറയുന്നത് പോലെ തന്നെ ആയിരിക്കണം എന്നില്ല. നമ്മൾ ക്ലിനിക്സിൽ ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറാം. പിന്നെ ഇതിൽ അട്രോപ്പിൻ്റെത് പറഞ്ഞിരിക്കുന്നത് TDS ഫോർ 3 days. 3 daysന് മുമ്പേ നമ്മളത് സ്റ്റാർട്ട് ചെയ്യണം 1% ആയിട്ട്. പിന്നെ അതിൻ്റെ പീക്ക് എഫക്റ്റ് വരുന്നത് 2 to 3 days ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 to 3 days കൂടെ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കണ്ണിലുണ്ടാവും നന്നായിട്ട്. എന്നിട്ട് നമ്മൾ 4th day ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ റെറ്റിനോസ്കോപ്പി പെർഫോം ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു 10 to 20 days വരെ ഉണ്ടാവാം. ഏറ്റവും ലോങ് ഡ്യൂറേഷനിൽ എഫക്റ്റ് നിൽക്കുന്നത് ഈ അട്രോപ്പിൻ്റെ ആണ്. അതും ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. നമ്മൾ റെറ്റിനോസ്കോപ്പി പെർഫോം ചെയ്തതിന് ശേഷം PMTക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മളെ പോസ്റ്റ് മിഡ്രിയാറ്റിക് ടെസ്റ്റ് അല്ലെങ്കിൽ പോസ്റ്റ് സൈക്ലോപ്ലീജിക് ടെസ്റ്റ് എന്നും പറയാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 weeks കഴിഞ്ഞിട്ടാണ് നമ്മൾ വരിക. അട്രോപ്പിനാണ് യൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ. പിന്നെ ഇതിൻ്റെ ടോണസ് അലോവൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 diopter ആണ് അട്രോപ്പിൻ്റെ ടോണസ് അലോവൻസ് എന്ന് പറയുന്നത്. ഈ 1 diopterഉം പിന്നെ നമ്മൾ വർക്കിംഗ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള, അതായത് എത്ര ഡിസ്റ്റൻസിലാണോ നമ്മൾ ഇരിക്കുന്നത് അതിൻ്റെ ആ ഒരു റിവേഴ്സ് ആയിരിക്കും അതിൻ്റെ വർക്കിംഗ് ഡിസ്റ്റൻസിനുള്ള കറക്ഷനായിട്ട് വരിക. ആ രണ്ടും നമ്മൾ കുറച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? പോസ്റ്റ് മിഡ്രിയാറ്റിക് ടെസ്റ്റ് അല്ലെങ്കിൽ പോസ്റ്റ് സൈക്ലോപ്ലീജിക് ടെസ്റ്റ് നമ്മൾ പെർഫോം ചെയ്യുക. എക്സാമ്പിളായിട്ട് നമ്മളൊരു 2/3 മീറ്ററിലാണ് ഇരുന്ന് റെറ്റിനോസ്കോപ്പി പെർഫോം ചെയ്യുന്നത് എങ്കിൽ, അട്രോപ്പിനാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ റിഫ്രാക്റ്റീവ് എററിൽ നിന്നും നമ്മൾ എത്ര കുറക്കണം? 2/3 മീറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ റിവേഴ്സ് വരുമ്പോൾ 3/2 മീറ്റർ വരും. 3/2 എന്ന് പറയുന്നത് 1.5. അപ്പോൾ വർക്കിംഗ് ഡിസ്റ്റൻസിനുള്ള കറക്ഷൻ 1.5 diopterഉം അതുപോലെ ഈ അട്രോപ്പിൻ്റെ കറക്ഷൻ 1 diopterഉം. അങ്ങനെ ടോട്ടൽ നമ്മൾ 2.5 diopter നമുക്ക് കിട്ടുന്ന റിഫ്രാക്റ്റീവ് എററിൽ നിന്നും കുറക്കണം. ക്ലിനിക്സിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇതൊക്കെ നന്നായിട്ട് അറിയുന്നത് തന്നെയായിരിക്കും. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആ രൂപത്തിലും ചോദിക്കാം എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ എടുത്ത് പറയുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഹോമട്രോപ്പിൻ ആണ്. ഹോമട്രോപ്പിൻ ഹൈഡ്രോബ്രോമൈഡ് 2% ഡ്രോപ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു 5 to 8 ഇയേഴ്സിനുള്ളിലുള്ള കുട്ടികളിലാണ്. ഡോസേജ് കൊടുത്തിരിക്കുന്നത് 1 drop every 10 minutes for 6 times എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ഒരു 4 times ഒക്കെ ഒഴിക്കുമ്പോൾ തന്നെ കണ്ണ് ഡയലേറ്റഡ് ആയിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 60 to 90 minutes, അതായത് ഒരു 1 hour മുതൽ 1.5 hour വരെ ആയിരിക്കും ഇതിൻ്റെ പീക്ക് എഫക്റ്റ്. എന്നിട്ട് 90 minutesന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? റെറ്റിനോസ്കോപ്പി പെർഫോം ചെയ്യും. പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു 2 to 3 days ആണ്. അതായത് 48 to 72 hours അല്ലെങ്കിൽ 2 to 3 days ഇതിൻ്റെ ആ ഒരു മങ്ങലും കാര്യങ്ങളൊക്കെ കണ്ണിൽ തന്നെ ഉണ്ടാവും. പോസ്റ്റ് സൈക്ലോപ്ലീജിക് ടെസ്റ്റിന് വേണ്ടിയിട്ട് മിനിമം ഒരു 3 days എങ്കിലും കഴിഞ്ഞിട്ടേ വരാവൂ. കാരണം ആ ഡ്രഗ്സിൻ്റെ ഫുൾ എഫക്റ്റ് കണ്ണിൽ നിന്ന് പോകണം. അപ്പോൾ അതിനൊരു 3 days എങ്കിലും വേണം. പിന്നെ ഇതിൻ്റെ ടോണസ് അലവൻസ് പറയുന്നത് 0.5 diopter ആണ്. 0.5 diopter ആണ് ഹോമട്രോപ്പിൻ്റെ ടോണസ് അലവൻസ് പറയുന്നത്. നെക്സ്റ്റ് സൈക്ലോപെൻഡോലേറ്റ്. ഒരു 8 to 20 ഇയേഴ്സിനുള്ളിൽ ഏജ് വരുന്നവരിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. 1 drop ഓരോ 50 minutesലും 3 times ആയിട്ട് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. 80 to 90 minutes ആണ് ഇതിൻ്റെയും പീക്ക് എഫക്റ്റ് ആയിട്ട് പറയുന്നത്. 90 മിനിറ്റ്സിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, റെറ്റിനോസ്കോപ്പി പെർഫോം ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് 6 to 18 hours ആണ് പറയുന്നത്. അതായത്
ഹോമോട്രോപ്പിനേക്കാളും അട്രോപ്പിനേക്കാളും ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കുറവാണ്. ഈ കാര്യങ്ങളൊക്കെ പരസ്പരം കമ്പയർ ചെയ്ത് പഠിച്ചോളണേ. അതായത് ഇപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ട് അതിലേതിനാണ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടുതൽ കുറവ് എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയണം. അതായത് എപ്പോഴും അട്രോപ്പിൻ തന്നെ ഓപ്ഷനിൽ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ബാക്കിയുള്ള 4 ആണെങ്കിലും അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയണം ഏതിനാണ് കൂടുതൽ ഏതിനാണ് കുറവ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ സൈക്ലോപെൻഡോലേറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഒരു 3 ഡേയ്സിനൊക്കെ ശേഷം എന്ത് ചെയ്യാം നമുക്ക്, അതായത് നമ്മൾ റെറ്റിനോസ്കോപ്പി പെർഫോം ചെയ്തതിന് ശേഷം 3 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് സൈക്ലോപ്ലീജിക് ടെസ്റ്റ് പെർഫോം ചെയ്യാം. പിന്നെ ഇതിൻ്റെ ടോണസ് അലോവൻസ് എന്ന് പറയുന്നത് 0.75 ഡയോപ്റ്റർ ആണ്. 0.75 ഡയോപ്റ്റർ ആണ്. ഇനി വരുന്ന 2 ഡ്രഗ്സിന് മിഡ്രിയാറ്റിക് എഫക്റ്റ് മാത്രമേ ഉള്ളൂ. ട്രോപ്പിക്കമൈഡിനും ഫിനലെഫ്രൈനും. ഇവ രണ്ടും മിഡ്രിയാറ്റിക്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ട്രോപ്പിക്കമൈഡിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു പീക്ക് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു 20 to 40 മിനിറ്റ്സ് ആണ്. അതുപോലെ ഇതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഒരു 4 to 6 ഹവേഴ്സേ വരുള്ളൂ. ട്രോപ്പിക്കമൈഡ് ഇട്ട് കഴിഞ്ഞ് ഒരു 30 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റിഫ്രാക്ഷൻ പെർഫോം ചെയ്യാം. അതുകൊണ്ട് തന്നെ ഏറ്റവും ഷോർട്ട് ആക്ടിങ് മിഡ്രിയാറ്റിക് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ആൻസർ ട്രോപ്പിക്കമൈഡ് ആണ് വരേണ്ടത്. ഇനി ലോങ് ആക്ടിങ് മിഡ്രിയാറ്റിക് ഏതാണെന്ന് ചോദിച്ചാലും അതുപോലെ ലോങ് ആക്ടിങ് സൈക്ലോപ്ലീജിക് ഡ്രഗ്സ് ഏതാണെന്ന് ചോദിച്ചാലും രണ്ടിൻ്റെ ആൻസർ അട്രോപ്പിനാണ് വരിക. കാരണം അട്രോപ്പിനും ഹോമോട്രോപ്പിനും അതുപോലെ സൈക്ലോപെൻഡോലേറ്റും മിഡ്രിയാറ്റിക്സും ആണ്, അതുപോലെ തന്നെ സൈക്ലോപ്ലീജിക്സും ആണ്. അതുപോലെ ഫിനലെഫ്രൈനും ഒരു മിഡ്രിയാറ്റിക് ഡ്രഗ് മാത്രമാണ്. ഇത് നമ്മൾ ഒരു 30 to 40 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ പീക്ക് എഫക്റ്റ് വരുന്നത്. ഇതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഒരു 4 to 6 ഹവേഴ്സ് ആണ് വരുന്നത്. ഫിനലെഫ്രൈനും അതുപോലെ ട്രോപ്പിക്കമൈഡും കൂടിയുള്ള കോമ്പിനേഷനെയാണ് നമ്മൾ T+ എന്ന് പറയുന്നത്. കൂടുതലും ക്ലിനിക്സിലൊക്കെ നമ്മൾ T+ ആണ് യൂസ് ചെയ്യാറ്. അത് കുറച്ചുകൂടിയും ഏജ് ആയവരിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രോപ്പിക്കമൈഡും ഫിനലെഫ്രൈനൊക്കെ യൂസ് ചെയ്യുന്നത്. കുട്ടികളിലാണെങ്കിലും റിഫ്രാക്ഷൻ പെർഫോം ചെയ്യുന്നില്ല, ജസ്റ്റ് ഫണ്ടസ് ഇവാലുവേഷനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ T+ മാത്രം ഇട്ടാലും മതിയാകും. അപ്പോൾ ഈ ടേബിൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കുക. കാരണം ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരാൻ ചാൻസ് ഉള്ളതാണ്. കാരണം ഈ ഒരു ഭാഗം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ക്ലിനിക്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റർ യൂസ്ഡ് ഫോർ ഗ്ലോക്കോമ ട്രീറ്റ്മെൻറ്റ്. ഓപ്ഷൻസ്: എ ബീറ്റാക്സലോൾ, ബി ലാറ്റനോപ്രോസ്റ്റ്, സി പൈലോകാർപ്പിൻ, ഡി അസറ്റസോളമൈഡ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി അസറ്റസോളമൈഡ് ആണ്. ഗ്ലോക്കോമയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കൽ മെഡിക്കേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലോക്കോമ റിലേറ്റഡ് ആയിട്ടുള്ള ഐ ഡ്രോപ്സിനെ പല ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് നോക്കാം. ഇതിൽ വരുന്നതാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സ്, ബീറ്റ ബ്ലോക്കേഴ്സ്, ആൽഫ അഡ്രിനർജിക് അഗോണിസ്റ്റ്, പാരാസിമ്പതോമിമെറ്റിക് ഏജൻറ്റ്സ് അല്ലെങ്കിൽ മയോട്ടിക്സ് എന്നും പറയാം. പിന്നെ റോ കൈനേസ് ഇൻഹിബിറ്റേഴ്സ്, ടോപ്പിക്കൽ കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്, ഓറൽ കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്. അപ്പോൾ ഇതിൽ ഓരോന്നിലും വരുന്ന ഐ ഡ്രോപ്സ് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റൂ. ഫസ്റ്റ് പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സ് ആണ്. അതിൽ വരുന്നതാണ് ബിമാറ്റോപ്രോസ്റ്റ്, ലാറ്റനോപ്രോസ്റ്റീൻ, ടാഫ്ലൂപ്രോസ്റ്റ് ആൻഡ് ട്രാവോപ്രോസ്റ്റ്. ഈ പ്രോസ്റ്റ് വരുന്നതൊക്കെ എന്താണ്, പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ ബീറ്റ ബ്ലോക്കേഴ്സിൽ വരുന്നതാണ് ടിമലോൾ, അതുപോലെ ബീറ്റാക്സോലോൾ, കാർട്ടിയോലോൾ, ലീവോബ്യൂനലോൾ, മെട്രിപ്രെനലോൾ. ഇതൊക്കെ ലോൾ വരുന്നതൊക്കെ ലാസ്റ്റ് LOL വരുന്നതൊക്കെ ബീറ്റ ബ്ലോക്കേഴ്സിലായിരിക്കും എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ ആൽഫ അഡ്രിനർജിക് അഗോണിസ്റ്റ് ആയിട്ട് പറയുന്നതാണ് ബ്രിമോണിഡിൻ, അതുപോലെ അപ്രാക്ലോണിഡിനും ബ്രിമോണിഡിനും. ഇവ കൂടാതെ ടെക്സ്റ്റിൽ എപ്പിനെഫ്രിൻ കൂടെ പറയുന്നുണ്ട്. ആൽഫ അഡ്രിനർജിക് അഗോണിസ്റ്റ് ആയിട്ട് പറയുന്നത് അപ്രാക്ലോണിഡിൻ, ബ്രിമോണിഡിൻ, അതുപോലെ എപ്പിനെഫ്രിൻ. നെക്സ്റ്റ് പാരാസിമ്പതോമിമെറ്റിക് ഏജൻറ്റ്സ്, അതല്ലെങ്കിൽ മയോട്ടിക്സ് എന്നും പറയാം. അതിൽ വരുന്നതാണ് പൈലോകാർപ്പിൻ, അതുപോലെ എക്കോതയോഫേറ്റ്. ഇതിൻ്റെ ബ്രാൻഡ് നെയിമൊന്നും വേണ്ട കേട്ടോ, ആ ഫസ്റ്റ് 2 കോളം മാത്രം മതി, വേറൊന്നും വേണ്ട. നെക്സ്റ്റ് റോകൈനേസ് ഇൻഹിബിറ്റേഴ്സ് ആയിട്ട് പറയുന്നതാണ് നേതാർസുദിൽ. ഇത് ടെക്സ്റ്റിലൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഓർത്തിരുന്നോളൂ, നേതാർസുദിൽ. നെക്സ്റ്റ് ടോപ്പിക്കൽ കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്. അതിൽ വരുന്നതാണ് ബ്രിൻസോളമൈഡും ഡോർസോളമൈഡും. ഈ അമൈഡ് എന്ന് വരുന്നതൊക്കെ കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സിൽ വരുന്നതെന്ന് ഓർത്ത് വെക്കുക. പിന്നെ അടുത്തത് ഓറൽ കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്. അതിൽ വരുന്നതാണ് അസറ്റസോളമൈഡും മേദാസോളമൈഡും.
മേദാസോളാമൈഡ് ആൻഡ് അസറ്റസോളാമൈഡ്. ഇതിൽ അസറ്റസോളാമൈഡ് ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിൽ ഓറലിനോ ടോപ്പിക്കലിനോ ഒന്നും എടുത്ത് ചോദിച്ചിട്ടില്ല. ജസ്റ്റ് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്ററിനെ ഐഡൻറ്റിഫൈ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ടേബിളും എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ഇൻക്രീസ് ഉവിയോസ്ക്ലിയറൽ പാത്വേ? ഉവിയോസ്ക്ലിയറൽ പാത്വേ ഇൻക്രീസ് ചെയ്യുന്ന ഡ്രഗ്സ് ഏതാണ്? ഓപ്ഷൻസ്: എ ഓസ്മോട്ടിക് ഡയോററ്റിക്സ്, ബി പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, സി മയോട്ടിക്സ്, ഡി ബീറ്റ ബ്ലോക്കേഴ്സ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ്. ഇതും ഗ്ലോക്കോമ ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. മെയിനായിട്ട് ഈ ആൻറ്റി ഗ്ലോക്കോമ ഡ്രഗ്സിൻ്റെ ആക്ഷൻ എന്താണ്? അതായത് IUP ലോവർ ചെയ്തുകൊണ്ട് ഗ്ലോക്കോമയെ പ്രിവെൻറ്റ് ചെയ്യുക. അതായത് IUP ലോവർ ചെയ്യാനാണ് ആൻറ്റി ഗ്ലോക്കോമ ഡ്രഗ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ആൻറ്റി ഗ്ലോക്കോമ ഡ്രഗ്സ് വഴി 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? IUP ലോവർ ചെയ്യാം. ഒന്നുകിൽ ട്രബിക്കുലാർ ഔട്ട്ഫ്ലോ ഇൻക്രീസ് ചെയ്യുക, അതല്ലെങ്കിൽ ഉവിയോസ്ക്ലിയറൽ ഔട്ട്ഫ്ലോ ഇൻക്രീസ് ചെയ്യുക, അതുമല്ലെങ്കിൽ അക്വസ് പ്രൊഡക്ഷനെ ഡിക്രീസ് ചെയ്യുക. ഈ ഒരു 3 മാർഗ്ഗങ്ങൾ വഴിയാണ്, 3 മെത്തേഡ്സ് വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? IUP ലോവർ ചെയ്യാൻ പറ്റുക. അതുവഴി ഗ്ലോക്കോമേനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൽ ഓരോന്നിലും വരുന്ന ഐ ഡ്രോപ്സിനെ കൂടെ നമ്മൾ അറിയണം. നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം പറഞ്ഞു പോയത് കൊണ്ട് ഒരു കാര്യമില്ല. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യവും മനസ്സിലാവുമ്പോഴേ നമുക്ക് ഇനി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് മെക്കാനിസം, ഡ്രഗ്സ് വിച്ച് ഇൻക്രീസ് ട്രബിക്കുലാർ ഔട്ട്ഫ്ലോ. ട്രബിക്കുലാർ ഔട്ട്ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്ന ഡ്രഗ്സിൽ വരുന്നതാണ് മയോട്ടിക്സ്, അതുപോലെ എപ്പിനെഫ്രിൻ, ഡിപ്യുഎഫ്രിൻ, ബിമാറ്റോപ്രോസ്റ്റ്. ഇത് ഇതേപോലെ തന്നെ പഠിക്കുക. പിന്നെ ഡ്രഗ്സ് വിച്ച് ഇൻക്രീസ് ഉവിയോസ്ക്ലിയറൽ ഔട്ട്ഫ്ലോ, അതിൽ വരുന്നതാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ, എപ്പിനെഫ്രിൻ, ഡിപ്യുഎഫ്രിൻ, ബ്രിമോണിഡിൻ, അപ്രാക്ലോണിഡിൻ. ഇതിൽ എപ്പിനെഫ്രിൻ 3 മെക്കാനിസം വഴിയും IUP ലോവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉവിയോസ്ക്ലിയറൽ ഔട്ട്ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിലാണ് പെടുന്നത്. എന്നാൽ അതിൽ തന്നെ വരുന്നതാണ് ബിമാറ്റോപ്രോസ്റ്റ്. പക്ഷേ അത് എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വരുന്നത് ഇൻക്രീസ് ട്രബിക്കുലാർ ഔട്ട്ഫ്ലോ ആണ്. ഈ കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. പിന്നെ ഡ്രഗ്സ് വിച്ച് ഡിക്രീസ് അക്വസ് പ്രൊഡക്ഷൻ. അക്വസ് പ്രൊഡക്ഷനെ ഡിക്രീസ് ചെയ്യുന്നതിൽ വരുന്നതാണ് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്. ഇതൊക്കെ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്, അതുപോലെ ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ കൂടുതലും അക്വസ് പ്രൊഡക്ഷനെ ഡിക്രീസ് ചെയ്യുന്നതിലാണ് വരുന്നത്. അതായത് ബീറ്റ ബ്ലോക്കേഴ്സ്, അതുപോലെ കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സും ഒക്കെ. അതിൽ കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സിൽ എടുത്ത് പറയുന്നത് അസറ്റസോളാമൈഡിനെയും ഡോസോളാമൈഡിനെയും ആണ്. പിന്നെ അതുപോലെ ആൽഫ റിസെപ്റ്റർ സ്റ്റിമുലേറ്റേഴ്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് എപ്പിനെഫ്രിൻ, ഡിപ്യുഎഫ്രിൻ, ക്ലോണിഡിൻ, ബ്രിമോണിഡിൻ, അപ്രാക്ലോണിഡിൻ. ഇതൊക്കെ ഇതിൽ ഉൾപ്പെടും. പിന്നെ ബീറ്റ ബ്ലോക്കേഴ്സ്, അതിൽ ടിമലോൾ, ബീറ്റാക്സോലോൾ, ലീവോബുനലോൾ ഇതൊക്കെ ഉൾപ്പെടും. പിന്നെ ഹൈപ്രോസ്മോട്ടിക് ഏജൻസിൽ ഗ്ലിസറോൾ, മാനിറ്റോൾ ഒക്കെ വരും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് മയോട്ടിക്സ് വരുന്നത് ട്രബിക്കുലാർ ഔട്ട്ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിലാണ്. എപ്പിനെഫ്രിൻ 3 എണ്ണത്തിലും വരുന്നുണ്ട്. പ്രോസ്റ്റാഗ്ലാൻഡിൻ മെയിനായിട്ട് അതിൻ്റെ മെക്കാനിസം വരുന്നത് ഇൻക്രീസ് ഉവിയോസ്ക്ലിയറൽ ഔട്ട്ഫ്ലോ ആണ്. അതുപോലെ ബാക്കിയെല്ലാം മെയിൻ കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് എല്ലാം വരുന്നത് ഇതിലാണ്, അക്വസ് പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുന്നതിലാണ്. പിന്നെ ബീറ്റ ബ്ലോക്കേഴ്സും അതുപോലെ ഹൈപ്രോസ്മോട്ടിക് ഏജൻസും ഒക്കെ അക്വസ് പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഇതൊക്കെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദി ഫോൾ സ്റ്റേറ്റ്മെൻറ്റ്. ഹോമോട്രോപ്പിൻ കോസസ് മിഡ്രിയാസിസ് ആൻഡ് സൈക്ലോപ്ലീജിയ. ബി ഫിനലെഫ്രിൻ കോസസ് മിഡ്രിയാസിസ്. സി ഫൈസോസ്റ്റിഗ്മൈൻ കോസ് മയോസിസ്. ഡി ടിമലോൾ കോസ് സൈക്ലോപ്ലീജിയ. ഇതിൻ്റെ ആൻസർ എന്താണ്? കാണുമ്പോഴേ അറിയായിരിക്കും, നല്ല ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ടിമലോൾ കോസസ് സൈക്ലോപ്ലീജിയ, അതായത് ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്. ഹോമോട്രോപ്പിൻ മിഡ്രിയാസിസും ആണ്, അതുപോലെ തന്നെ സൈക്ലോപ്ലീജിക്കും ആണ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ ഫിനലെഫ്രൈൻ കോസ് മിഡ്രിയാസിസ്. ഫിനലെഫ്രൈൻ എന്ത് ചെയ്യുന്നുണ്ട്? മിഡ്രിയാസിസ് കോസ് ചെയ്യുന്നുണ്ട്, അതും ശരിയാണ്. നെക്സ്റ്റ് ഓപ്ഷനും ശരിയാണ്. ഫൈസോസ്റ്റിഗ്മൈൻ എന്ത് ചെയ്യുന്നുണ്ട്? മിയോസിസ് കോസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റുള്ള ഓപ്ഷൻ ടിമലോൾ എന്താണ്? ടിമലോൾ ഒരു ബീറ്റ ബ്ലോക്കറാണ്, അതായത് ആൻറ്റി ഗ്ലോക്കോമ ഡ്രഗ്സിൽ വരുന്നതാണ്. സൈക്ലോപ്ലീജിക് ആയിട്ടുള്ള ആക്ഷൻ ടിമലോളിന് ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ടിയറീസ്. ഓപ്ഷൻസ്: എ ഫ്ലൂറസീൻ, ബി റോസ് ബംഗാൾ, സി ഹൈഡ്രോക്സി മീഥൈൽ സെല്ലുലോസ്, ഡി ഇൻഡോസയാനിൻ ഗ്രീൻ.
ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഹൈഡ്രോക്സി മീഥൈൽ സെല്ലുലോസ് ആണ്. ആർട്ടിഫിഷ്യൽ ടിയർ അല്ലെങ്കിൽ ടിയർ സബ്സ്റ്റിറ്റ്യൂട്ടിൽ വരുന്നതാണ് കാർബോക്സി മീഥൈൽ സെല്ലുലോസ്, CMC, അതുപോലെ HPMC, ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെല്ലുലോസ് ഇവയൊക്കെ. ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂൻ്റ് ആണ് ഹൈഡ്രോക്സി മീഥൈൽ സെല്ലുലോസ് എന്ന് പറയുന്നത്. ഫ്ലൂറസീൻ, റോസ് ബംഗാൾ, ഇൻഡോസയാനിൻ ഗ്രീൻ ഇതൊക്കെ സ്റ്റെയിനിങ് ഏജൻസ് ആണ്. അയിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നവയാണ്. നെക്സ്റ്റ്, ടോപ്പിക്കൽ NSAIDs ആർ ഓൾ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ അസലാസ്റ്റിൻ, ബി ഡൈക്ലോഫീനാക്, സി കീറ്റോറോലാക്, ഡി ഫ്ലർബിപ്രോഫൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ അസലാസ്റ്റിൻ ആണ്. അസലാസ്റ്റിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഹിസ്റ്റമിൻ ആണ്. അതെന്തല്ല, NSAID അല്ല. ബാക്കിയുള്ള ഡൈക്ലോഫീനാക്, കീറ്റോറോലാക്, ഫ്ലർബിപ്രോഫൻ ഇതൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന NSAID ആണ്. NSAID എന്ന് പറയുമ്പോൾ നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്. ഇനി നമുക്ക് കുറച്ച് ആൻറ്റി ഹിസ്റ്റമിൻസ് ഐ ഡ്രോപ്സ് കൂടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൻറ്റി ഹിസ്റ്റമിൻസ് ഐ ഡ്രോപ്സും കൂടെ ഒന്ന് പറയാം. അതിൽ വരുന്നതാണ് അസലാസ്റ്റിൻ, എപ്പിനാസ്റ്റിൻ, ഒലോപാറ്റിഡിൻ, കീറ്റോടിഫൻ. ഓക്കെ, ശ്രദ്ധിക്കുക, എപ്പിനാസ്റ്റിൻ, അസലാസ്റ്റിൻ, ഒലോപാറ്റിഡിൻ, കീറ്റോടിഫൻ ഇതൊക്കെ ആൻറ്റി ഹിസ്റ്റമിൻസ് ആണ്. കീറ്റോറോലാക് ടോപ്പിക്കൽ NSAID ആണ്. കീറ്റോടിഫൻ വരുന്നത് ആൻറ്റി ഹിസ്റ്റമിൻസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംഫോടെറിസിൻ B ഈസ് എ ആൻ ആൻറ്റി ഹിസ്റ്റമിൻ, ബി ആൻ ആൻറ്റി ഫംഗൽ ഏജൻറ്റ്, സി എ ലൂബ്രിക്കേറ്റിംഗ് ഏജൻറ്റ്, ഡി എ ലോക്കൽ അനസ്തെറ്റിക് ഏജൻറ്റ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആൻ ആൻറ്റി ഫംഗൽ ഏജൻറ്റ്. ആൻറ്റി ഹിസ്റ്റമിനും ലൂബ്രിക്കേറ്റിംഗ് ഏജൻറ്റും അല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആൻറ്റി ഹിസ്റ്റമിൻസിലും അതുപോലെ ലൂബ്രിക്കൻസിലും വരുന്ന ഐ ഡ്രോപ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇത് ആൻറ്റി ഫംഗൽ ഏജൻ്റ് ആണ്. ആൻറ്റി ഫംഗലിൽ വരുന്ന വേറെ കുറച്ച് ഐ ഡ്രോപ്സിനും കൂടെ അറിഞ്ഞിരിക്കണം. അതിൽ വരുന്നതാണ് നിസ്റ്റാറ്റിൻ, നാറ്റാമൈസിൻ, കീറ്റോകൊനസോൾ, ഫ്ലൂക്കോനോസോൾ, എക്കോനസോൾ, ക്ലോട്രിമസോൾ, മൈക്കോനസോൾ. ഈ സോൾ വരുന്നതൊക്കെ ആൻറ്റി ഫംഗലിൽ വരുന്നതാണ്, അത് ഓർത്ത് വെക്കുക. അത് കൂടാണ്ട് നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നവയാണ് ഈ ആംഫോടെറിസിൻ B അതുപോലെ നാറ്റാമൈസിനൊക്കെ. അപ്പോൾ ഇവയെല്ലാം ആൻറ്റി ഫംഗലിൽ ഉൾപ്പെടുന്നവയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒക്കുലാർ സൈഡ് എഫക്ട്സ് ഓഫ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ആർ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ പോസ്റ്റീരിയർ സബ്കാപ്സുലാർ കാറ്ററാക്ട്, ബി ഗ്ലോക്കോമ, സി സെക്കൻഡറി ഇൻഫെക്ഷൻ, ഡി മാക്കുലാർ എഡിമ. ഇതും എല്ലാവർക്കും ഒരുവിധം കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഓപ്ഷൻ എയും ബിയും എന്തായാലും കോർട്ടിക്കോസ്റ്റീറോയിഡ്സിൻ്റെ സൈഡ് എഫക്ട്സ് ആണ് എല്ലാവർക്കും നല്ല ഉറപ്പായിരിക്കും. സിയോ ഡിയോ ഏതാണെന്നായിരുന്നു ഡൗട്ട് ഉണ്ടാവുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി മാക്കുലാർ എഡിമയാണ്. മാക്കുലാർ എഡിമ ഒക്കുലാർ സൈഡ് എഫക്ട്സ് ഓഫ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സിൽ പറയുന്നില്ല. മെയിനായിട്ട് 4 കോംപ്ലിക്കേഷൻസ് ആണ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് പറയുന്നത്. അതിൽ വരുന്നതാണ് കാറ്ററാക്ട് ഫോർമേഷൻ, ഗ്ലോക്കോമ, അതുപോലെ സെക്കൻഡറി ഇൻഫെക്ഷൻ, പിന്നെ വരുന്നതാണ് ഡിലേയ്ഡ് വോണ്ട് ഹീലിംഗ്. കാറ്ററാക്ട്, ഗ്ലോക്കോമ അല്ലെങ്കിൽ സെക്കൻഡറി ഗ്ലോക്കോമ, സെക്കൻഡറി ഇൻഫെക്ഷൻ, ഡിലേയ്ഡ് വോണ്ട് ഹീലിംഗ്, ഈ 4 കാര്യങ്ങളും ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്നെല്ലൻ സ്റ്റാർട്ട് ലൈൻസ് കംപ്രൈസിംഗ് ലെറ്റേഴ്സ് ഹാവ് എ ബ്രെഡ്ത്ത് ദാറ്റ് വിൽ സബ്റ്റൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഓപ്ഷൻസ് എ 1 minute, ബി 2 minutes, സി 3 minutes, ഡി 4 minutes. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 1 minute ആണ്. ഓപ്ഷൻസിൽ ഒരു 5 minute കൂടെ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പലർക്കും ഇത് ഡൗട്ടായി വന്നേനെ, 1 പോയി എഴുതണോ അതുപോലെ 5 പോയി എഴുതണോ എന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്നെല്ലൻ ചാർട്ട് ലൈൻസ് കംപ്രൈസിങ് ലെറ്റർ, അതായത് ഒരു ലെറ്ററിൽ സ്നെല്ലൻ ചാർട്ട് ലൈൻസ് വെച്ച് അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രെഡ്ത്താണ് ചോദിച്ചിരിക്കുന്നത്. അതെത്രയാണ്? അത് 1 minute ആണ്. അത് കറക്റ്റ് ടെക്സ്റ്റിലെ സെൻറ്റൻസ് പറയുന്നുണ്ട്. ദ ലൈൻസ് കംപ്രൈസിങ് ദ ലെറ്റേഴ്സ് ഹാവ് സച്ച് എ ബ്രെഡ്ത്ത് ദാറ്റ് ദേ വിൽ സബ്റ്റൻഡ് ആൻ ആംഗിൾ ഓഫ് 1 minute അറ്റ് ദി നോഡൽ പോയിന്റ്. ആ ഒരു പോയിന്റ് ടെക്സ്റ്റിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇനി 5 minutes എപ്പോഴാണ് ആൻസർ ആയിട്ട് വരിക? അതായത് ഓരോ ലെറ്റേഴ്സും സ്നെല്ലൻ ചാർട്ടിലെ ഓരോ ലെറ്റേഴ്സും ആ ലെറ്റർ മുഴുവനായിട്ട് നമ്മുടെ നോഡൽ പോയിന്റിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് 5 minutes ഓഫ് ആർക്ക് എന്ന് പറയുന്നത്. ടെക്സ്റ്റിലെ സെൻറ്റൻസ് ഇങ്ങനെയാണ് പറയുന്നത്: അറ്റ് ദി ഗിവൻ ഡിസ്റ്റൻസ് ഈച്ച് ലെറ്റർ സബ്റ്റൻസ് ആൻ ആംഗിൾ ഓഫ് 5 minutes അറ്റ് ദി നോഡൽ പോയിന്റ് ഓഫ് ദി ഐ. കറക്റ്റ് പറയുന്നുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഇനി കൺഫ്യൂഷൻ ആവരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടെസ്റ്റ് ഈസ് പ്രിഫറൻഷ്യൽ ലുക്കിംഗ് ടെസ്റ്റ്? ഓപ്ഷൻസ് എ ബോക്ക് ഗാൻഡി ടെസ്റ്റ്,
ബി മിനിയേച്ചർ ടോയ് ടെസ്റ്റ്, സി ടെല്ലർ അക്യൂട്ടി കാർഡ് ടെസ്റ്റ്, ഡി വിഷ്വൽ ഇവോക്ഡ് പൊട്ടൻഷ്യൽ ടെസ്റ്റ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ടെല്ലർ അക്യൂട്ടി കാർഡ് ടെസ്റ്റ് ആണ്. ഇതിൽ അതായത് പ്രിഫറൻഷ്യൽ ലുക്കിംഗ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ പ്രിഫറൻഷ്യൽ ആയിട്ടുള്ള ലുക്കിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ ഏതാണെന്നാണ്. ബോക്കാൻഡി ടെസ്റ്റ്, അതുപോലെ മിനിയേച്ചർ ടോയ് ടെസ്റ്റ്, വിഷ്വൽ ഇവോക്ഡ് പൊട്ടൻഷ്യൽ ടെസ്റ്റ്, ഇതൊന്നും അതിനെ ബേസ് ചെയ്തിട്ടുള്ളതല്ല. ഈ ടെല്ലർ അക്യൂട്ടി കാർഡ്സിൽ ഒരുപാട് കാർഡ്സുകൾ ഉണ്ടാവും. അതിലൊക്കെ ലൈൻസിൻ്റെ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ടാവും. അതായത് അതിൻ്റെ വിഡ്ത്ത് എന്തായിരിക്കും, ഓരോരോ കാർഡിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഗ്രേറ്റിംഗ് എന്ന് അതിനെ പറയാം. അപ്പോൾ അതിലേക്കുള്ള ആ ഒരു പ്രിഫറൻഷ്യൽ ലുക്കിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുക. വിഷ്വൽ അക്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ സിലബസിലെ മെയിൻ ഒരു ടോപ്പിക് തന്നെയാണ്. ആ ഭാഗം എത്തുമ്പോൾ ഇതിൻ്റെ ചാർട്ടുകളും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞുതരാം. വിഷ്വൽ അക്യൂട്ടി ചാർട്ട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ടെല്ലർ അക്യൂട്ടി കാർഡ്സ് എന്ന് പറയുന്നതാണ് പ്രിഫറൻഷ്യൽ ലുക്കിംഗ് ടെസ്റ്റിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കളർ ഡെഫിഷ്യൻറ്റ് പേഴ്സൺ വിൽ റീഡ് വിച്ച് ഇഷിഹാര പ്ലേറ്റ്? ഓപ്ഷൻസ് ഫസ്റ്റ് പ്ലേറ്റ്, ഫോർത്ത് പ്ലേറ്റ്, എയ്ത്ത് പ്ലേറ്റ്, 10th പ്ലേറ്റ്. ആൻസർ ഈസ് ഫസ്റ്റ് പ്ലേറ്റ്, ഓപ്ഷൻ എ. ഇഷിഹാര ടെസ്റ്റ് റെഡ് ഗ്രീൻ ഡിഫക്ട്സ് ഉള്ളവരിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൽ 38 പ്ലേറ്റ്സ് ആണുള്ളത്. അതിൽ 25 പ്ലേറ്റ്സ് നമ്പേഴ്സും ബാക്കി 13 പ്ലേറ്റ്സ് പാത്വേസിനെ കാണിക്കുന്നതുമാണ്. ഇതിലെ ഫസ്റ്റ് പ്ലേറ്റ് ഡിമോൺസ്ട്രേഷൻ പ്ലേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഡിമോൺസ്ട്രേഷൻ പ്ലേറ്റ് ഏത് തരത്തിലുള്ള ഡിഫക്ട്സ് ഉള്ളവരാണെങ്കിലും കളർ വിഷൻ ഡിഫക്ട്സ് ഉള്ളവരാണെങ്കിലും അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള പ്ലേറ്റ്സിനെ കുറിച്ചും കൂടെ ഒന്ന് അറിഞ്ഞു വെക്കുക. ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഡെപ്തിലാണ് ചോദിക്കുന്നതെങ്കിൽ അതും ചോദിക്കാം. അതായത് ട്രാൻസ്ഫോർമേഷൻ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഒരു 2 to 9 വരെയാണ്. വാനിഷിംഗ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് 10 to 17. ഹിഡൻ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് 18 to 21. ക്ലാസിഫിക്കേഷൻ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് 22 to 25. ആൻഡ് ട്രേസിംഗ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് 26 to 38. ഫസ്റ്റ് ഡെമോൺസ്ട്രേഷൻ പ്ലേറ്റ്, 2 to 9 ട്രാൻസ്ഫോർമേഷൻ പ്ലേറ്റ്സ്, 10 to 17 വാനിഷിംഗ് പ്ലേറ്റ്സ്, ഹിഡൻ പ്ലേറ്റ്സ് 18 to 21, 20 to 25 ക്ലാസിഫിക്കേഷൻ പ്ലേറ്റ്സ്, 26 to 38 ട്രേസിംഗ് പ്ലേറ്റ്സ്. ഈ കാര്യങ്ങളും കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെസ്റ്റ് ടു ഡിറ്റക്ട് കളർ വിഷൻ ആർ? ഓപ്ഷൻസ് ഹാർഡി റൺ റിട്ടർ, ഫ്രാൻസ്വർത്ത് മൺസെൽ 100 ഹ്യൂ ടെസ്റ്റ്, സി സിറ്റി യൂണിവേഴ്സിറ്റി ടെസ്റ്റ്, ഡി ഓൾ ഓഫ് ദി എബോവ്. ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബോവ്. ഇവയെല്ലാം കളർ വിഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. ഇതുകൂടാതെ അനോമലോസ്കോപ്പ്, ലാൻഡൺ ടെസ്റ്റ് ഇവയും കളർ വിഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈപ്പർ അക്യൂട്ടി ഈസ് സീൻ ഇൻ? ഓപ്ഷൻസ് കളർ വിഷൻ, സ്നെല്ലൻസ് അക്യൂട്ടി ടെസ്റ്റ്, ലിപ്മാൻസ് HOTV ടെസ്റ്റ്, വെർണിയർ അക്യൂട്ടി. ആൻസർ ഈസ് ഓപ്ഷൻ ഡി വെർണിയർ അക്യൂട്ടി. ഹൈപ്പർ അക്യൂട്ടി എന്ന് പറയുന്നത് കമ്പോണൻസ് ഓഫ് വിഷ്വൽ അക്യൂട്ടിയിൽ വരുന്നതാണ്. മിനിമം വിസിബിൾ, റെസൊല്യൂഷൻ, അതുപോലെ റിക്കോഗ്നീഷൻ, മിനിമം ഡിസ്ക്രിമിനബിൾ അല്ലെങ്കിൽ ഹൈപ്പർ അക്യൂട്ടി. ഈ 4 എണ്ണമാണ് കമ്പോണൻസ് ഓഫ് വിഷ്വൽ അക്യൂട്ടി ആയിട്ട് പറയുന്നത്. അതിൽ ഈ ഹൈപ്പർ അക്യൂട്ടി സീൻ ചെയ്യുന്നത് വെർണിയർ അക്യൂട്ടിയിലാണ്. ഓർത്തു വെക്കുക. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് പിൻഹോൾ? ഓപ്ഷൻസ് എ സ്റ്റൈൽസ് ക്രോഫോർഡ് എഫക്റ്റ്, ബി വെർണിയർ അക്യൂട്ടി, സി അഡ്മിറ്റ്സ് ഓൺലി സെൻട്രൽ റേസ് ഓഫ് ലൈറ്റ്, ഡി പ്രിഫറൻഷ്യൽ ലുക്കിംഗ്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി അഡ്മിറ്റ്സ് ഓൺലി സെൻട്രൽ റേസ് ഓഫ് ലൈറ്റ്. അതായത് ഇതിന് തന്നെ റെക്റ്റിലീനിയർ പ്രിൻസിപ്പിൾ എന്നും പറയും കേട്ടോ. അതായത് നമ്മൾ പിൻഹോൾ എന്ന് പറയുന്നത് പെരിഫറൽ ആയിട്ടുള്ള ലൈറ്റ് റേസിനെ ഒന്നും കണ്ണിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുന്നില്ല. സെൻട്രൽ റേസിനെ മാത്രം കടത്തി വിടുന്നത് കൊണ്ട് തന്നെ കറക്റ്റ് അതിൻ്റെ ഫോക്കസിങ് ഒക്കെ കുറച്ചുകൂടെ ഷാർപ്പായിരിക്കും. അപ്പോൾ നമുക്ക് ഇമേജസ് ഒക്കെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതാണ് പിൻഹോളിൻ്റെ പ്രിൻസിപ്പിൾ. നെക്സ്റ്റ്, സ്റ്റെംസ് കോനോയിഡ് റെഫേഴ്സ് ടു കോൺഫിഗറേഷൻ ഓഫ് ദ റേസ് റിഫ്ലക്റ്റഡ് ത്രൂ. ഓപ്ഷൻസ് എ കോൺകേവ് സ്ഫെറിക്കൽ സർഫസ്, ബി കോൺവെക്സ് സ്ഫെറിക്കൽ സർഫസ്, സി ടോറിക് സർഫസ്, ഡി ഇറഗുലർ സർഫസ്. ആൻസർ ഈസ് ഓപ്ഷൻ സി ടോറിക് സർഫസ്. ടോറിക് സർഫസിലൂടെ ലൈറ്റ് റേസ് റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ അവിടെ കിട്ടുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് സ്റ്റെംസ് കോനോയിഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ട്രക്ചറും ഇതിലൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് സിലബസിൽ ഈ ഒരു ടോപ്പിക്ക് വരുന്ന ടൈമിൽ പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിഫ്രാക്ടറി പവർ ഓഫ് ആൻ എമെട്രോപിക് ഐ ഈസ് എബൌട്ട്? ആൻസർ എന്താണ്? എല്ലാവർക്കും അറിയുന്നതായിരിക്കും, 60 ഡയോപ്റ്റർ. ഓപ്ഷൻ സി 60 ഡയോപ്റ്റർ ആണ് ആൻസർ.
കോർണിയയുടെ 43 ഡയോപ്റ്ററും ലെൻസിൻ്റെ 70 ഡയോപ്റ്ററും ചേർന്ന് ടോട്ടൽ 60 ഡയോപ്റ്ററാണ് ഒരു എമെട്രോപ്പിക് ഐയുടെ റിഫ്രാക്റ്റീവ് പവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രിസം പ്രൊഡ്യൂസേഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ഒബ്ജെക്ട്സ് സീൻ ത്രൂ ഇറ്റ് ടുവാർഡ്സ് ദി ഓപ്ഷൻസ് എ അപ്പെക്സ്, ബി ബേസ്, സി സൈഡ് വേസ്, ഡി നൺ ഓഫ് ദ എബോ. ആൻസർ എന്താണ്? ഓപ്ഷൻ എ അപ്പെക്സ് ആണ് ആൻസർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പ്രിസത്തിലൂടെ ലൈറ്റ് റേസ് പോകുമ്പോൾ ആ ലൈറ്റ് റേസിനുണ്ടാകുന്ന ഡീവിയേഷൻ ടുവാർഡ്സ് ദി ബേസ് ആയിരിക്കും എപ്പോഴും. എന്നാൽ അത് കാരണം കൊണ്ടുണ്ടാവുന്ന ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും അപ്പെക്സിലോട്ടായിരിക്കും. ടുവാർഡ്സ് അപ്പെക്സ് ആയിരിക്കും ഒബ്ജക്ട്സിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ ഇമാജിനുണ്ടാകുന്ന ഡീവിയേഷൻ എന്ന് പറയുന്നത് ടുവാർഡ്സ് അപ്പെക്സ് ആയിരിക്കും. എന്നാൽ ലൈറ്റ് റേസിൻ്റെ ഡീവിയേഷനാണ് ചോദിച്ചിട്ടുള്ളത് എങ്കിൽ ആൻസർ പറയേണ്ടത് ടുവാർഡ്സ് ദി ബേസ് ആണ്. ഈ രണ്ട് കാര്യങ്ങളും മാറിപ്പോകരുത്. നെക്സ്റ്റ്, ഇൻ റെറ്റിനോസ്കോപ്പി സ്ക്യൂവിങ് ഈസ് ഡൺ ഫോർ ന്യൂട്രലൈസേഷൻ, ബ്രേക്ക് ഇൻ അലൈൻമെൻറ്റ് ബിറ്റ്വീൻ ദ റിഫ്ലെക്സ്, സി റിഫൈൻ ദി ആക്സിസ് ഓഫ് സ്മോൾ സിലിണ്ടർ, ഡി സ്ട്രാഡ്ലിംഗ്. ആൻസർ ഈസ് ഓപ്ഷൻ സി, റിഫൈൻ ദി ആക്സിസ് ഓഫ് സ്മോൾ സിലിണ്ടർ. സ്ട്രീക്ക് റെറ്റിനോസ്കോപ്പി യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്ക്യൂവിങ് ടെക്നിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഇത് നമ്മൾ സ്മോൾ സിലിണ്ടേഴ്സിനെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ആക്സിസ് റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ക്ലിനിക്കൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നുണ്ട് സിലബസിൽ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള പാർട്ടുകൾ ഇനി വരും ക്ലാസ്സുകളിൽ ഉണ്ടാവും. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതുമായിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സും കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത സിലബസിലെ അടുത്ത ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.